The Premier League, football തന്നെ biggest and the toughest league. And today കുറച്ച് iconic Premier League goals ഞങ്ങൾ recreate ചെയ്യാൻ പോവാണ്. Easy, medium, hard and impossible. നമുക്കിന്ന് ആ ഒരു റേഞ്ചിലുള്ള 4 ഗോൾസ് ആണ്, 4 പ്രീമിയർ ലീഗ് ഗോൾസ് ആണ് റീക്രിയേറ്റ് ചെയ്യാനുള്ളത്. Are you guys ready? Yes. Let's go. ഈ ഗോൾസ് റീക്രിയേറ്റ് ചെയ്യാൻ we will have 5 attempts each. ഓരോ റൗണ്ടിലെയും ബെസ്റ്റ് പെർഫോമർ will get 1 point. And പ്രീമിയർ ലീഗ് ഒഫീഷ്യലി ഞങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഇമ്പോസിബിൾ റൗണ്ടിന് ശേഷം the person with the least points will get a punishment. റൂൾസ് ഒക്കെ മനസ്സിലായ സ്ഥിതിക്ക് let's start our easy round. Tap-ins. Yes, literally just tap-ins. It's a dream. പല രീതിയിലുള്ള ടാപ്പിനും അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഫിനിഷ് ഒക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ആള് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫിനിഷ് ചെയ്ത ആള് ഓൽക്കാണ് ഈ റൗണ്ടത്തെ പോയിന്റ് കിട്ടുക. റെഡി? വിഷ്ണു കീപ്പർ എടാ ഓ ഓ സുജന്റെ അതിമനോഹരമായൊരു ക്രോസ് വരുന്നുണ്ടോ സുജ? എന്തപ്പതാണ്? എന്ത് നല്ല ബോളാ. നല്ല ബോൾ ഞാൻ ആര് കൊടുക്കാനാ? ടാപ്പിൻസിനെ പുച്ഛിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വിഷ്ണു കാണിച്ചു തരാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നല്ല ബോളായിരുന്നു, പക്ഷേ കണ്ണിനെന്തോ തട്ടി. വിഷ്ണുവിന് വയ്യ, അവൻ പ്രൊഫഷണൽ ആണ് അത്ര. അയ്യോ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? Come on, Suja. Oh no! Yes. ഈസി റൗണ്ടിലെ വിഷ്ണുവിന്റെ 5 attempts is done. He scored 2 goals. ആൾ അടിച്ച ആ ഒരു സെക്കൻഡ് ഗോൾ കൊണ്ട് ഈ റൗണ്ടിലെ പോയിന്റ് ഏകദേശം ആൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇനി എന്റെയും സൂജന്റെയും ടേൺസ് കൂടെ ഉണ്ട്. എന്റെ അറ്റംസ് സൂചനാണ് എനിക്ക് വിശ്വാസം. സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ്. അയ്യോ മുറിയായി. നിയർ പോസ്റ്റാ ആട്ടോ. നല്ല ബോൾ സൂച. ഒരു ഗോൾ. ഞാനൊരു ഗോൾ അടിച്ചെങ്കിലും ഇതിന്റെ അടുത്ത 2 അറ്റംസും വാസ് പ്രിറ്റി ഷൈറ്റ്. വിഷ്ണുവിന്റെ ഗോളിനെ വെല്ലാനുള്ള ഒരു ഐറ്റം ഒക്കെ ഞാൻ ട്രൈ ചെയ്തെങ്കിലും ഐ ഫെയിൽ. അതിനർത്ഥം ഈ റൗണ്ടിൽ പോയിന്റ് എനിക്ക് കിട്ടാൻ പോണില്ല. ഈ മുന്നേക്കിട ഇങ്ങോട്ടിട്ടാ ഞാൻ തട്ട. ഇവർക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഈ ചലഞ്ചിൽ ലാസ്റ്റ് ഏറ്റവും കുറവ് പോയിന്റ് ഉള്ളക്ക് ഒരു പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ സൂജ ഈ റൗണ്ടിൽ എന്നെക്കാളും പോയിന്റ് നേടിയാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. എന്തപ്പത്? നല്ല ബോൾ കൊടുക്കേ, ചെല്ല ബോക്സൊക്കെ. ഇതെന്താ ബ്രദർ? എടാ ചെങ്ങ, ഓന്റെ ബ്രദറെ തിരിച്ച് നോക്കിയോ നിക്കരുത്. സേവ് ചെയ്യ്. കട്ട് ബാക്ക് സുജ. എടാ അത് ഗോളായോ? എടാ അയ്യോ അതെന്താ? എടാ ഭൂമി കുലിക്കോ. അത് ബോഡി ഷെയ്മിംഗ് ഒന്നല്ല കേട്ടോ, അത് ഞങ്ങൾ ഓനെ മോട്ടിവേറ്റ് ചെയ്യാണ്. പൊങ്ങിയാണ്ട് സൂജ. ഫിനിഷ് ചെയ്യ സൂജ. കാട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ. നിങ്ങളെന്താ പോലെ പ്ലാൻ ഉണ്ടോ വീട്ടിൽ നിന്ന്? ഓനെ നമ്മളിങ്ങനെ വെച്ചിങ്ങനെ കൊടുക്കുകയാണേ. പന്തെടുത്താണ്ട് എന്നാ അടിക്കേ, എന്നിട്ട് ഇങ്ങനെ വയ്ക്കാണ്ട് ഒന്നര സൂട്ടാ ഇട്ട് ഒന്നിട്ടേ ഒന്ന് ഇങ്ങനെ ചാടാ. തന്നെ ഇൻസൾട്ട് ചെയ്തവരുടെ വായ അടപ്പിച്ചുകൊണ്ട് സൂജാസ് മാസ്റ്റർ ക്ലാസ്. ഫസ്റ്റ് റൗണ്ടിൽ സൂജ ജയിച്ചു.
സൂജക്ക് പോയിന്റ് കിട്ടിയതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ടൈം ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. 6.7k likes ആണ് ടാർഗറ്റ്. നെക്സ്റ്റ് സ്റ്റോപ്പ് മീഡിയം റൗണ്ട് ആൻഡ് വി ആർ ഡൂയിങ് ഒളിമ്പിക്കോ ഗോൾ. പ്രീമിയർ ലീഗിന്റെ 30 വർഷത്തെ ഹിസ്റ്ററിയിൽ 21 തവണ മാത്രം സംഭവിച്ചിട്ടുള്ള അത്രക്കും റെയർ ആയിട്ടുള്ള ഗോൾ. പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ സൂജ ഉണ്ട്. ഓനൊരു 5 അടി അടിക്കുമ്പോൾ 3 പ്രതീക്ഷിക്കല്ലേ? 5 പ്രതീക്ഷിക്കാം. ആ 5-ൽ 6 പ്രതീക്ഷിക്കണ്ട ഞങ്ങൾ. ശരി ശരി ശരി. ഞങ്ങൾ 2 ഡിഫൻഡേഴ്സും ഉണ്ട് അവിടെ, പിന്നെ പ്രൊഫഷണൽ GK ഉണ്ട്. അതൊക്കെ കടന്നിട്ടൊരു ഗോള് വരുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ വന്നാൽ അയാൾ ജയിച്ച്. നോ ഇതെന്താ കാട്ടുണ്ട്? സൂജ സൂജ വൈക്കിംഗ് ക്ലബ് കൊടുക്കടാ. അതോയ് ആ ഓ ആ സൂജ അല്ല, സൂജ ആയതുകൊണ്ട് കൊടുക്കാം. ചാരിറ്റി ചാരിറ്റി. എന്താ ഞങ്ങളുടെ ഡിഫൻഡേഴ്സ് അല്ലേ? ലാസ്റ്റ് വൺ. അവിഹിത ബന്ധമൊന്നുമില്ല കളി. സ്കോർപ്പിയൻ അടിക്കട്ടോ. ഓ ഈവൻ ദ ഗ്രേറ്റ് സൂജ മീഡിയം റൗണ്ടിൽ ഫെയിൽ ആയി. അപ്പൊ നമ്മുടെ ആക്ച്വൽ ഇംപോസിബിൾ ഗോൾ റൗണ്ടില് എന്താവോ എന്തോ. ഓ ഓ സൂജ എന്നെ തളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഗോൾ അടിക്കരുത് എന്ന് വിചാരിച്ച അവിടെ നിന്ന് എന്ത് കാണിക്കണ്ടോ? ബെക്കാം. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. അടുത്ത 2 അറ്റംപ്റ്റിൽ ഞാൻ സ്കോർ ചെയ്തില്ലെങ്കിൽ ഈ റൗണ്ടിലും പോയിന്റ് ഇല്ലാതെ ഞാൻ പോവേണ്ടി വരും. ഇത്ര കഴിവില്ലാത്ത കുറച്ച് ആൾക്കാർ ഞാൻ ഇപ്പോഴാണ് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തു. എടാ ഇന്റേത് കറക്റ്റാ. ഒരു ഇച്ചിരി ഇതാക്കിയാൽ കീപ്പർക്കും ഡിഫൻഡർക്കും കിട്ടൂല. അടുത്തത് വിഷ്ണുവിന്റെ ടേൺ. ഒറ്റൊന്ന് സ്കോർ ചെയ്താൽ മതി. ഹി വിൽ വിൻ ദ മീഡിയം റൗണ്ട്. ആ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് മീഡിയം റൗണ്ട് ആണത്രേ. ഇപ്പോഴും ആരും ഗോൾ അടിച്ചിട്ടില്ല. വിഷ്ണുവിന്റെ ഫൈനൽ 2 attempts. സൂജാസ് റിവെഞ്ച്. വിഷ്ണു ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ഷോട്ട് അടിച്ചപ്പോ സൂജ സെഡ് നോ. ഡിഫൻഡേഴ്സ് ഉണ്ട് മോനെ. ആ അതിനോടെ കോർണർ അല്ലേ? അങ്ങനെ അന്ന് ഗോൾ അടിപ്പിച്ച് ഞങ്ങള് പോയി കഴിഞ്ഞ് ഓക്കെ ബൈ. എന്നോട് ആരാ സൂചന്റെ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞേ? അല്ലെ ഇപ്പൊ എത്ര പ്രശ്നം ഉണ്ടായിരുന്നോ? റീക്രിയേഷനും ഒരു തേങ്ങ വേണ്ട. ഞാൻ ഗോൾ അടിച്ചില്ലെങ്കിലേ. ഈ റൗണ്ടിൽ ആർക്കും പോയിന്റ് ഇല്ല. എല്ലാം സൂജക്ക് അനുകൂലമായിട്ടാണ് പോകുന്നത്. സുജ ജയിക്കോ? പിന്നെന്താ, ഞാൻ ഒരു പോയിന്റ് ഓൾറെഡി മറ്റേതാണ് ഉഡായിപ്പ് ചാരിറ്റി. ഇനി ഹാർഡ് റൗണ്ടാണ്. സൂചപ്പ ഹാർഡ് ആണോ എന്നെങ്കിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ലീഡിലാ. ഹോണസ്റ്റ്ലി ഈ റൗണ്ടിലെ 2 ഗോൾസ് കണ്ടാൽ ഏതൊരാളും ഹാർഡായി പോവും. CR7ന്റെ ലെജൻഡറി ഫ്രീ കിക്ക് വേഴ്സസ് പോർട്സ്മൗത്ത് ആൻഡ് ദിമിത്രി പയേറ്റ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്. ഈ ഒരു മാജിക്കൽ ഫ്രീ കിക്ക്. അണ്ണന്റെ പോർട്സ്മൗത്തിനെതിരെയുള്ള ഫ്രീ കിക്കും പയറ്റിൻ്റെ മറ്റേ സാധനം ഓക്കെ, ആ ഗോളിനൊക്കെ എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് പോലും എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കണ്ടിൻ്റെ ഒരു സാധനമാണത്. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയണോ. എടാ ഒരു 67 അക്യൂറസിയിൽ നിങ്ങൾ അടിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ട്രൗസർ ഒരു ഓടി സെലിബ്രേറ്റ് ചെയ്യാം. ഗോളായി. അതാണ് ഞാൻ പ്രതീക്ഷയിലെ ഗോളാണ്. പ്രശ്നമായത്
എടാ ഇത് എന്താ പറ്റി എനിക്ക്? ഓ മൈ ഗോഡ് ഗൈസ്, ഐ നോ ഇതൊന്നും പെർഫെക്റ്റ് റീക്രിയേഷനും അങ്ങനെയൊന്നും അല്ല, പക്ഷേ എൻ്റെ ഒരു എബിലിറ്റി വെച്ച് ഇതൊക്കെ നടന്നതിൽ ഐ ആം ഹാപ്പി. ആദ്യത്തെ 2 ചിലപ്പോൾ ഞങ്ങൾ ചെയ്തു എന്ന് വരും, പിന്നുള്ള 2 നോ ചാൻസ്. ഞങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇത് അണ്ണൻ്റെ സെയിം സാധനം കോപ്പി പേസ്റ്റ്. അണ്ണാ കമോൺ. ഓ എന്തൊരു മ്യൂസിക് ഒക്കെ ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ? ബേബി ടെൽ മീ വൈ ഡിഡ് യു ഗെറ്റ് സോ കോൾഡ്? സൂജ പയറ്റിന്റെ ഫ്രീ കിക്കാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിലും ഞാൻ അണ്ണന്റെ ഗോൾ റീക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഓനും ചെറിയൊരു ആഗ്രഹം. പരത്തി അടിക്കുക പന്തിനെ. ടെക്നിക്ക് കറക്റ്റ് അല്ലെങ്കിലും ആ അടിന്റെ പൊലിവില് സൂജ ട്രൈഡ് വൺസ് അഗൈൻ ആൻഡ് ദിസ് ഹാപ്പൻ. അത് കഴിഞ്ഞു. ഇനി സൂജ വിൽ ട്രൈ പയറ്റ്സ് ഫ്രീ കിക്ക്. ദിമിത്രി പയറ്റിന്റെ ഫ്രീ കിക്ക് അടിക്കാൻ പാടാ. വേറെ ഡയറ്റിന്റെ അടിയില്ലേ, അത് ഞാൻ അടിച്ചോളാം എത്ര നേരം പറഞ്ഞിട്ട്. ഓ ഗോള്. അല്ല കുഴപ്പമില്ല, ഇത് കൂട്ടൂല, പുറത്ത് പോയി വരണം ഉള്ളിക്ക്. ഓ ഇവന്ത് ഷിറ്റാനായിട്ട് ഓരോന്ന് അടിക്കണ്ടേ. ഓറ പോയില്ലേ. വിഷ്ണു ലെഫ്റ്റ് ഫൂട്ടഡ് ആയതുകൊണ്ട് ഓൻ ഇവിടുന്ന് അങ്ങോട്ട് പയറ്റാൻ നോക്കണ്ട. പക്ഷെ ഓന് പയറ്റ് കഴിയണില്ലെങ്കിൽ ഓൻ എന്ത് ചെയ്യും, ഷിഫൂനെ കൊണ്ട് CR7 മറ്റേ ഫ്രീ കിക്ക് അടിപ്പിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്നുണ്ട്. പയറ്റിന്റെ ഈ ഒരു ഫ്രീ കിക്ക് വൺസ് ഇൻ എ മില്യൺ എന്ന് പറയാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഫ്രീ കിക്ക് ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിന് നല്ല രീതിക്കുള്ള ഒരു റീക്രിയേഷൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഷിഫു സബ്ബായിട്ട് ഇറങ്ങി CR7 ഗോൾ റീക്രിയേറ്റ് ചെയ്ത് വിഷ്ണുവിന് ആ ഒരു ഫസ്റ്റ് പോയിന്റ് നേടിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഓനെ കൊണ്ടും വയ്യ. ഓ വലത്തേ കാലം കൊണ്ട് അടിച്ചാൽ മതി. ഞങ്ങൾക്കൊരു ലക്ഷ്യബോധമല്ല, വെറുതെയാണ് മിന്നിക്കാണ്. And that means I have my first point. ഹാർഡ് റൗണ്ടിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് നിന്നത് is me. Things may be hard, but I'm harder. കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ത്, പയറ്റിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒരു സിമിലർ ആയ ഒരു സാധനം കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞ സാധനം അങ്ങനെ. അതൊന്നും കൂടെ പുറത്ത് പോയാൽ കൊള്ളാം. ആ സാധനം പുറത്തു കൂടെ വരണോ. We all tried again and again. പയറ്റിൻ്റെതിന് ഇച്ചിരിയെങ്കിലും സിമിലർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. Yep, we failed. Anyway, let's move on to the impossible round. അതും പ്രീമിയർ ലീഗ് ഒഫീഷ്യലി ഞങ്ങളോട് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ. 2017 പുസ്കാസ് അടിച്ച ഗോളാണ് പ്രീമിയർ ലീഗ് നമ്മളോട് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സംഭവം എനിക്ക് വളരെ ഈസി ആവും. ഒന്നുമില്ല ഉണ്ടോ, എങ്ങനെ വരിക, ബോൾ വരുമ്പോൾ അങ്ങനല്ലേ, എന്തൊരു കുഴപ്പമുണ്ട്, എന്തത് ഇങ്ങനെ എന്തോ ആക്കാനുള്ളൂ. ഒലിവിയെ ജിറൂദ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്. ആ ഒരു സ്കോർപിയൻ കിക്ക് 30 വർഷത്തെ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ 6 തവണ മാത്രം പിറന്നിട്ടുള്ള അത്രക്കും റെയർ ആയിട്ടുള്ള ഒരു ഗോൾ. ഇതെന്തത്, കമോൺ സൂജ. സാധനം റെഡിയാണോ? സാധനം റെഡി ആയിട്ടില്ല. 2 അറ്റംപ്റ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ നടക്കൂല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടെക്നിക്ക് ഇച്ചിരി കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പുതിയ ടാക്ടിക്സ്. അല്ല അപ്പൊ ഇപ്പം മനസ്സിലായി, സാധനം കത്തി. ഒന്നുമില്ല, ഞങ്ങൾ 2 ആളും ഒപ്പം ഓടുകയാണ്. ആരുടെങ്കിലും ഒക്കെ 2 ചിരൂരുണ്ട്. വിഷ്ണു
ഇതെന്താ കാട്ടുണ്ട് എന്താ ചാടില്ല കൊണ്ടില്ല. അത് നല്ല സാധനേ. ആ പോള നല്ല പോള. Muchas gracias, afición. Esto para vosotros. Uf. ഞാൻ ഇപ്പം എന്താ കാട്ടുണ്ട്? ആഫ്റ്റർ ലൈക്ക് 15 attempts ഞങ്ങൾ ആ ഒരു ഗോളിന് അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ സൂജ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. എടാ ഇവെന്താ ഇവന് ഓ ഇങ്ങനെ ആക്കണുള്ളൂ. അപ്പൊ ഈ പൂച്ചാണ്ടി ഉള്ളപ്പോ ഓന്റെ അടുത്തേക്ക് മാത്രം പോണ്ടേ തേങ്ങ. ആഫ്റ്റർ സൂജാസ് ഭരതനാട്യം we tried again and again and again. അവസാനം ഇത് ഞങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും മറന്നു. ഈ ഒരു പണ്ടാറടങ്ങിയ ഗോൾ എങ്ങനെങ്കിലും റീക്രിയേറ്റ് ചെയ്താൽ മതി എന്നുള്ള എടാ കുട്ടിന്റെ കാലൊക്കെ ഹാംസ്ട്രിങ് ഒക്കെ വലിഞ്ഞിപ്പോ. That was the closest we got until Vishnu did this on the next try. No flipping way. ആകെ ഒരൊറ്റ ട്രൈ ആണ് ഇങ്ങനെങ്കിലും പോയത്. അത് ഗോൾ ആവാതെ ക്രോസ് ബാർമ തട്ടിപ്പോയി. അങ്ങനെ ആഫ്റ്റർ 30 minutes of doing the same shy ഒന്നും നോക്കണില്ല. ഇനി കൈ കൊണ്ടിട്ട് വിഷ്ണു അടിച്ചാ ഞങ്ങൾ നിർത്തി. വയ്യ ചാട്. പന്ത് ഇതിലല്ലേ വീണത്. Guys, come on. ഇങ്ങനെ ഉഡായിപ്പ് രീതിയിൽ വാണബി ഫുട്ബോളേഴ്സ് എൻട്രും നങ്കൾ ഒരു വീഡിയോ നിർത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെന്തായാലും ഗോളാട്ടോ. കമോൺ സുജാ. Wow, wow. Finally. There is a reason why this is the impossible goal. ജിരു തന്നെ ഇനി ട്രൈ ചെയ്താൽ ചിലപ്പോൾ ഇത് പറ്റിക്കൊള്ളുന്നില്ല. ചാലഞ്ച് ജിരു ടു റീക്രിയേറ്റ് ദിസ് ഗോൾ. ഞങ്ങൾ ചെയ്ത പോലെ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്തില്ല അല്ലാണ്ട്. ആ ഇവൻ ട്രൈ ചെയ്ത് എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വന്നാണ്ട് അപ്പോ ചലഞ്ചിൽ തോറ്റ ഇഷ്ടം. പിന്നെ എന്നോട് ആരാ സബ്ബാവാൻ പറഞ്ഞത്? എന്നാ ട്രൗസർ ഊരിക്കാം. ട്രൗസർ ഊരെ 2 1. വേണോ ക്ലീൻ ആയടാ. ലാസ്റ്റ് ഒന്നും ഒരു മെനല്ലെങ്കിൽ ഞങ്ങൾ സൂര്യനെ കുറ്റം പറയട്ടോ. വയ്യ സത്യം പറയട്ടെ. ഞങ്ങള് രാവിലെ 6 മണിക്ക് വന്നതാ ഇവിടെ. കരിഞ്ഞില്ലാണ്ടായി. ഞാന് എടാ വീടിന്റെ പുറത്തിറങ്ങാതെ വെളുപ്പിച്ചത്. ഇനി ഒരു മാസം പുറത്തിറങ്ങാനിട്ടില്ല. അപ്പയാ അത്രേ ഉള്ളൂ. ഞങ്ങള് റീക്രിയേഷന്റെ ഒക്കെ ഞങ്ങളൊന്ന് റേറ്റ് ചെയ്യട്ടോ അല്ലേ? 10 ഇവന്റെ 6-7 ഇവന്റെ 6-9 നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇവൻ സൂട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാടി തെറ്റി. ഒന്ന് ക്യാമറ വിളിക്കുക ഞാൻ സൂടുമ്പോ.